ഇന്നത്തെ ഓട്ടത്തിന് ഒരു ജീവനില്ലായിരുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ പറ്റിയേ? വയ്യേ? ഒന്നുമില്ല അച്ഛാ. പണ്ടത്തെ പോലെ തമാശയും ചിരിയും ഒക്കെ കുറവാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് പറ. ക്ഷീണമാണെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണാം. ഒന്നുമില്ല അച്ഛാ, നമുക്ക് പോയാലോ? ആ, ഇതിലെന്തെങ്കിലും എടുത്ത് കഴിക്കേ. ഓ, എനിക്കൊന്നും വേണ്ട അച്ഛാ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അല്ല, CCTV ഓക്കെ അല്ലേ? എടി ഇതേ വന്ദേ ഭാരത ബോംബെ മെയില്. വാ കേറ്. ആ ബോട്ടിലങ്ങ് എടുത്തു. അതെ, വണ്ടി നിന്നാ തള്ളാൻ ആരെയും കിട്ടില്ല. അതെന്താ? ടൂറിസ്റ്റുകൾക്ക് ഇവിടെ നിരോധനം ഏർപ്പെടുത്തി. ആണോ? അല്ല, അതിനൊരു കാരണം വേണ്ടേ? അച്ഛന്റെ കാറ് തള്ളിക്കല് സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ട് കാണും. വന്ദേ ഭാരത് വന്ദേ ഭാരതായി പണിമുടക്ക്. ഇപ്പൊ ശരിയാ. എല്ലായിടത്തും ഓയിൽ ലീക്കാ. രക്തം ഛർദ്ദിക്കുന്ന പോലെ. എഞ്ചിൻ മാറ്റിയാ ചിലപ്പോ ഓടിയേക്കും. ഈ വണ്ടിക്ക് ഇനി അധികം ആയുസില്ല മോളെ. എന്താ മോളെ? ഈ കാറിന് അച്ഛന്റെ ജീവിതവുമായി ബന്ധമുണ്ട്. കാറും ഞാനുമായിട്ടുള്ള ബന്ധം പറഞ്ഞുതരാന്ന് പറഞ്ഞതാ. എന്താ അച്ഛാ, ഈ കാറും ഞാനും അച്ഛനുമായിട്ടുള്ള ബന്ധം? സമയാവട്ടെ, അച്ഛൻ പറഞ്ഞുതരാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്കൊന്നും ഇല്ലടി മോളെ. എന്തായാലും പോണം. ഞാനൊരു ടാക്സി വിളിക്കാം. അപ്പോൾ എന്റെ കാറോ? അത് നമുക്ക് വർക്ക്ഷോപ്പിലെങ്ങാനും വിളിച്ച് പറയാം. ഭൂമി, എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ അച്യുതനെ രക്ഷപ്പെടുത്താൻ കഴിയണമെന്നില്ല. മരണത്തിന് വിട്ടുകൊടുക്കണം. ഡോക്ടർ, അങ്ങനെ പറയരുത്. അച്ഛൻ കൂടെയില്ലാത്ത നാളുകള് എന്റെ ചിന്തയിലേ ഇല്ല. പണത്തിനായി പല മാർഗങ്ങളും ഞാൻ തേടുന്നുണ്ട്. ഒന്നും ശരിയാവുന്നില്ല. എനിക്കറിയാം ഭൂമി, തനിക്ക് അച്ഛനോടുള്ള സ്നേഹം, തന്റെ നിസ്സഹായത. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കിത് പറയാതിരിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റിയെ സമീപിച്ചൂടെ? എല്ലാ വാതിലും കയറി ഇറങ്ങുന്നുണ്ട്. എന്റെ കോഫി ഹൗസാണ് തടസ്സം. അതേതോ 5 സ്റ്റാർ ഹോട്ടൽ എന്ന പോലെ എല്ലാവരും സംസാരിക്കുന്നത്. അൽഫോൺസ എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, എനിക്കറിയാവുന്നതാ. ഞാനൊരു ലെറ്റർ തരാം. ഇത് പെയിൻ കില്ലറാണ്. ഇനി വേദന നിരന്തരം ഉണ്ടാവും. ലെറ്റർ എഴുതിയിട്ട് ഞാൻ വിളിക്കാം. ശരി ഡോക്ടർ.
എന്താ മോളെ, പോകാന്ന് പറഞ്ഞോ? ഇല്ല, ഡോക്ടർ ഒരു ലെറ്റർ തരാനുണ്ട്. എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രക്തം തുപ്പുന്നത്? അതെ, അത് അൾസറാ. ആരംഭമായതേ ഉള്ളൂ. മരുന്ന് കഴിച്ചാൽ മാറും. ദേ, മരുന്ന് കുറിച്ച് കിട്ടിയിട്ടുണ്ട് അച്ഛാ. അതെ, നമ്മുടെ കാറ് റോഡിൽ കിടക്കുകയല്ലേ, വർക്ക്ഷോപ്പുകാരെ വിളിച്ച് പറയട്ടെ. ആ കാരനെ പണിതിട്ട് കാര്യമില്ല മോളെ. അതെന്റെ അച്ഛന്റെ ജീവനല്ലേ, ആ ജീവൻ ഞാൻ വിട്ടുകൊടുക്കും. അയാൾ ചെന്നെടുത്തോളും. അതെ അച്ഛാ, ആ കാറും ഞാനുമായിട്ടുള്ള ബന്ധം എന്താ? അത് ഭൂമി, ഡോക്ടർ വിളിക്കുന്നുണ്ടേ. ഞാനിപ്പോ വരാം. എന്താ ചേട്ടാ കാണണമെന്ന് പറഞ്ഞ? നിങ്ങളുടെ ടെലിഫിലിമിന്റെ ഷൂട്ടിംഗ് ഒക്കെ എന്തായി? തുടങ്ങണം, സ്റ്റോറി ആവുന്നതേ ഉള്ളൂ. നിങ്ങൾ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് തരണം. ഓ പിന്നെന്താ, വാ പറയാം. അച്ഛാ, പോവാം. അതെ, അച്ഛൻ ഇവിടെ നിന്നാ മതി. ഞാൻ പോയി സ്കൂട്ടർ എടുത്തിട്ട് വരാം. അച്ഛന് ചായ മറ്റോ വേണോ? ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ഓ വേണ്ട മോളെ. ശരി.
ഭൂമി ഓ എന്താ ബാലേട്ടാ? 15 പീസ് ചായ, ഒരു 15 പീസ് വയർലെസ് ഉണ്ണിയപ്പം, 15 ബുള്ളറ്റ് വട. എന്താ പ്രത്യേകത? ആ ഒരു പ്രത്യേകതയുണ്ട്. സർ, സാറ് വരാറായി. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. അല്ല, ബൊക്കെ മാലയൊക്കെ എവിടെ? ദേ സാർ. ആഹാ, എന്തേ ബൊക്കേമാലയ്ക്കായിട്ട് ആർക്കെങ്കിലും പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടോ? അജയ് സാറിനുള്ള സ്വീകരണം. ആഭ്യന്തരമന്ത്രിയുടെ മകന്റെ കേസ് തെളിയിച്ചില്ലേ? ഓ അതാണോ? എത്ര കൊല്ലായിട്ട് തെളിയാതെ കിടക്കുന്ന കേസാ. ഹി ഡൺ ആൻ എക്സലന്റ് ജോബ്. അല്ല, അജയ് എത്തില്ലേ? ഇല്ല, ഇപ്പൊ എത്തും. ആ സാറേ, എന്താ സാറേ വിശേഷം? എന്താ നിനക്ക് വിശേഷം വല്ലതുണ്ടോ? പൊങ്കാലിടാനാ? പൊങ്കാല സാറിന് കിട്ടുന്നുണ്ടല്ലോ. കണ്ണി കണ്ടവരൊക്കെ സാറിന് പൊങ്കാല ഇടുകല്ലേ? എന്തോ പരിപാടി ഉണ്ടല്ലോ. ഹലോ സാർ. നീ പോന്നു? കാണണമെന്ന് പറഞ്ഞപ്പോ ഓടിങ്ങെത്തി. ഇവിടെ വന്നപ്പോ തീറ്റക്കുള്ളൊരവസരം. എന്താടോ ഇതൊക്കെ? കേസ് തെളിയിച്ചതിന് ഞങ്ങളുടെ ഒരു സന്തോഷ പ്രകടനം. എന്തിനാടോ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവരുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. സർ, ഭൂമിയെ കൂടെ വിളിക്കണ്ടേ? എന്തിനാ? അല്ല, ഭൂമിയല്ലേ സർ ഈ കേസ് തെളിയിക്കാനുള്ള ഐഡിയ തന്നത്? എന്ത് ഐഡിയാടോ അവള് തന്നത്? ഓ ശരിയാണല്ലോ. അവള് മരണം നടന്ന് വീട്ടിൽ പോയി എല്ലാം പരിശോധിച്ചു, അയൽവാസികളെ ചോദ്യം ചെയ്തു, എന്നിട്ട് കേസ് ഡയറി എഴുതി എല്ലാ തെളിവുകളും അവൾ ശേഖരിച്ചു. DYSP അത് ശരിവെച്ചു. ഒരു ചായക്കടക്കാരിയുടെ ഡയറി കുറിപ്പ് എന്നൊരു കഥയും കൂടി എഴുതടോ. പ്രിയപ്പെട്ട ഈ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ, ഈ സ്റ്റേഷന്റെ അഭിമാന നിമിഷമാണിത്. CA സാർ ആ കേസ് തെളിയിച്ചതോടെ ഈ സ്റ്റേഷന്റെ യശസ് ഉയർന്നു. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. സാറിനുള്ള ഈ സ്വീകരണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് മഹാഭാഗ്യം. എല്ലാം ദൈവനിശ്ചയം. എല്ലാം ദൈവം കാണുകയായിരുന്നു. ദൈവത്തിന് സ്തുതി. അല്ലേ വക്കീൽ സാറ്? അതെ, എപ്പോഴെപ്പോഴും സ്തുതി. ഞാനൊരു സത്യം പറയട്ടെ. നിനക്ക് ഈഗോ വർക്കൗട്ട് ആയിട്ടുണ്ട്.
പോലീസ് ഈഗോ, സുപ്പീരിയാരിറ്റി കോംപ്ലക്സ് എന്നും പറയാം. ആക്ച്വലി ഈ കേസ് തെളിയിച്ചതിൽ ഭൂമിക്ക് പങ്കില്ലേ? പങ്കുണ്ടെന്നല്ല, ഫുൾ ക്രെഡിറ്റ് അവൾക്കാ. അത് പരസ്യമായിട്ട് സമ്മതിക്കാൻ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. ആവാം. ഞാൻ വന്ന അന്ന് മുതൽ അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യാം. ഈ കേസ് ചായക്കടക്കാര് തെളിയിച്ചു എന്ന് പറഞ്ഞാ ചായക്കടക്കാരി, ആ പ്രയോഗം എനിക്കിഷ്ടായി. അവളുടെ തൊഴിലാണ് പ്രശ്നം. എനിക്കറിയില്ല ആൽഫ്രഡ്. പഴയ അജിയെ എനിക്ക് നഷ്ടമായി. എവിടെയോ വെച്ചത് നഷ്ടപ്പെട്ടു. നിനക്ക് ഈ ക്വാളിറ്റിയുടെ ചോരത്തിളപ്പുണ്ടായിരുന്നു. നീ പോലീസ് ചേർന്നത് ആ ചോരത്തിളപ്പ് കൊണ്ടാ. ഡാ മതി. ഭൂമി വെരി ഇന്റലക്ച്വൽ. എനിക്ക് അയാൾ ഇഷ്ടമാണ്. ബട്ട് എനിക്കറിയില്ല ഞാൻ എന്താ ഇപ്പം എങ്ങനെയെന്ന്. ഓർക്കുമ്പോൾ ഞാനെല്ലാം തിരിച്ചറിയുന്നുണ്ട്. നയന, അവളോടുള്ള ചങ്ക് പറിച്ച് കാണിച്ച പ്രണയം എല്ലാം എൻ്റെ ക്യാരക്ടറിന്റെ താളം തെറ്റിച്ചു. ഡാ, ഞാൻ ഭൂമിയോട് സോറി പറയണം. എല്ലാം എൻ്റെ ക്യാരക്ടറിന്റെ താളം തെറ്റിച്ചു. ഡാ, ഞാൻ ഭൂമിയോട് സോറി പറയണോ? ചായ. ദേ ബാലേട്ടാ, പിടിക്കും. ഞാനാ പ്രശ്നം ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാ. ഇല്ല ബാലേട്ടാ, ഞാൻ അല്പം ഓവർ സ്മാർട്ടായി. ഞാൻ സാറിനോട് സോറി പറഞ്ഞോളാം. ഭൂമി തിളച്ചു മറിഞ്ഞാ പോയിരിക്കുന്നത്. അറിയാം. വെള്ളമൊഴിച്ച് നോക്കാം. ഫയർ എഞ്ചിൻ വേണ്ടി വരും. സർ, സർ ചായ. ആ, അവിടെ വയ്ക്കേ. ഇങ്ങന്നോളൂ. സോറി സർ. ആ, സോറി. ഡോ, ഒരു സോറി കൊണ്ട് അവസാനിപ്പിച്ചോ? ഡോ, താനാണ് ആ കേസ് തെളിയിച്ചത്. എനിക്കതിൽ തർക്കമൊന്നുമില്ല. അയ്യോ, അങ്ങനെ ഒരു ക്രെഡിറ്റ് എനിക്ക് വേണ്ട സാർ. സത്യം പറയാലോ, സാർ ഇങ്ങനെ സൗമ്യമായിട്ട് പെരുമാറുമ്പോ കാണാൻ ഒരു ചെയ്യലുമില്ല. സാറേ ദേഷ്യപ്പെടുമ്പോഴാ സൗന്ദര്യം വരുന്നത്. അല്ല സാർ, ചായ കുടിച്ചില്ല. എടുത്തോണ്ട് പോടി. നിന്നോട് കണ്ടുപോരുത്. എന്റെ ദുരിതങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റണം. അവസാന ആശ്രയമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കൈമാറിയ പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ഏത് നിമിഷവും സൗഭാഗ്യവൃത്തെത്തും. അത് അഭിരാമിയാണെങ്കിൽ രണ്ടുപേരും ജീവിച്ചിരിക്കാൻ പാടില്ല.
നീയും ഞാനുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല.